എല്ലാവരും പറയില്ലേ, കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം ഏത് കാര്യവും സാധിച്ചു തരും. മുട്ടിപ്പായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുമെന്ന്. അത് ഒരു പ്രയോജനമില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. 74 ദിവസം മറ്റേ പശ്ചിമേഷ്യൻ വാർ. എത്ര പേര് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് സർവ്വദൈവത്തെയും വിളിച്ച്. പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടോ? ഇപ്പം നമ്മളുടെ പ്രാർത്ഥനകൾക്ക് എന്തെങ്കിലും ശക്തിയുണ്ടോ എന്നാലോചിച്ച് നോക്കി. ആർക്കും ഒരു പ്രയോജനവുമില്ലാത്ത പ്രാർത്ഥനയുടെ രീതിയിൽ മാത്രമാണ് ഇവിടെ വ്യത്യാസമുള്ളത്. ആ പ്രാർത്ഥനയുടെ രീതിയാണ് മതങ്ങളെ സൃഷ്ടിക്കുന്നത്. ഹിന്ദു ആയിരുന്ന ആൾ ക്രിസ്തുമതം സ്വീകരിച്ചാലോ, ക്രിസ്തുമതം സ്വീകരിച്ച ആൾ ഇസ്ലാമായി മാറിയാലോ, തിരിച്ചായാലോ, അവിടെ നിന്ന് മാറി ജൈനമതത്തിൽ ചേർന്നാലോ, ഒടുവിൽ ചെന്ന് ബുദ്ധമതത്തിൽ ചേർന്നാലോ, മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും വരുത്താൻ ഈ മതങ്ങൾക്ക് കഴിയുകയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ മതങ്ങൾക്ക്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പോര്. ഏത് മതത്തിൽ ചെന്ന് ചേർന്നാലും എന്തെങ്കിലും വ്യത്യാസം അതിനുണ്ടോ? ഒരു വ്യത്യാസവും. പിന്നെന്താണ് ഇതിനകത്തുള്ളൊരു വ്യത്യാസം? ഏത് ദൈവം മാറി വന്നാലും നമ്മളുടെ സ്വഭാവം മാറില്ല. ഇപ്പം നിങ്ങൾ ആലോചിക്കും, മന്ത്രങ്ങളിലാണ് വ്യത്യാസം. മന്ത്രങ്ങൾ മാറ്റി ചൊല്ലിയാൽ നമ്മളുടെ പ്രശ്നങ്ങൾ തീരുമോ? നമ്മളുടെ പാപങ്ങൾ തീരുമോ? ഏതെങ്കിലും മന്ത്രം ചൊല്ലിയാൽ നമ്മളുടെ പാപം തീരുമോ? എല്ലാ മതത്തിലും ചില പുരോഹിതന്മാർ പറയുന്ന മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നാൽ, ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ചെയ്ത പാപം മുഴുവനും മാറും. അത്രയും മഹത്തായിട്ടുള്ള മന്ത്രരഹസ്യങ്ങളാണ് ഇവർ പറയുന്നത്. ജന്മനാ ഉള്ള പാപമായാലും മുജ്ജന്മ പാപമായാലും സർവ്വപാപവും ആ മന്ത്രത്താൽ മായും. അനുഭവ സാക്ഷ്യങ്ങളുമുണ്ട്. ഏറ്റവും ഫലം കിട്ടുന്ന മന്ത്രം ഏതായിരിക്കും? സർവ്വ പാപങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന മന്ത്രം. അങ്ങനെ ഒരു മന്ത്രമുണ്ട്. അത് ഏത് മന്ത്രം? ഏത് മതത്തിന്റെ മന്ത്രമായാലും ആ മന്ത്രം എത്ര പ്രാവശ്യം, എത്ര നേരം, എത്ര നാള് ജപിച്ചാൽ, വ്രതം നോറ്റ് ഈ പറയുന്ന രീതിയിൽ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച് ജപിച്ചാൽ ആ വ്യക്തി ചെയ്ത പാപങ്ങൾ തീരും. അത് ഏത് മന്ത്രമായിരിക്കും? ചെയ്ത മുഴുവൻ പാപങ്ങളെയും തെറ്റുകളെയും പൊറുക്കുന്ന മന്ത്രം ഏതാണ്? അങ്ങനെ ഒരു മന്ത്രമുണ്ടോ? ഉണ്ടെങ്കിലേ ജയിലിൽ കിടക്കുന്ന കൊടും കുറ്റവാളികൾക്ക് ആ മന്ത്രം ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അവരുടെ മുഴുവൻ പാപങ്ങളും പുറത്ത് ക്ഷമിച്ച് അവരെ ഈ പ്രാർത്ഥിക്കുന്നവർ അവരവരുടെ വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും കൂടി ചെയ്യണം.